ദുരന്തമുഖത്ത് പകച്ചു നിൽക്കുന്ന ജനങ്ങളെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേരളമാകെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. എന്നാൽ അതേസമയം സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ചെറുപുഴയിൽ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടിയുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച വരെയായിട്ടും നീക്കാൻ കഴിഞ്ഞില്ല എന്നത് കടുത്ത അനാസ്ഥ തന്നെയാണ്. പുഴയിൽ കാണാത്തവരെ കണ്ടെത്തുന്നതിനും കാലതാമസം നേരിടുകയുണ്ടായി. നമ്മൾ നൂറ്റാണ്ടിലെ മഹാപ്രളയമായിരുന്നു 2018 നേരിട്ടത്. ഏകദേശം അതിന് സമാനമായ കാലവർഷക്കെടുതിയാണ് 2019 നമുക്ക് നേരിടേണ്ടി വന്നിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വിലയിരുത്തുന്ന കാര്യത്തിലും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിലും ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടത്ര ജാഗ്രതയുണ്ടായില്ല എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ കാലാവസ്ഥ അറിയിപ്പുകൾ കിട്ടുന്നതിനുള്ള പലതരം മാർഗങ്ങളുണ്ട്. അത് കേന്ദ്ര കാലാവസ്ഥയുണ്ട്, ആഗോളതലത്തിലുള്ളതുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായി കിട്ടുന്ന അറിയിപ്പുകൾ അത് കൃത്യമായി മറ്റു തലങ്ങളിലേക്ക് അറിയിച്ചില്ല എന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നതാണ് ഗവൺമെൻറ് കാര്യമായി പരിശോധിക്കേണ്ടത്.